വെള്ളത്തുവൽ പഞ്ചായത്തിലെ അജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്ന് ലക്ഷങ്ങൾ വില വരുന്ന ആക്രി സാധനങ്ങൾ മോഷണം പോയി. പ്ലാന്റിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറയും കാണാതായി. ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണ് മോഷണം നടന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. അതേസമയം മോഷണം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയതായും ഇത് സംബന്ധിച്ച് അന്വേഷിക്കുവാൻ 8-അംഗ ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും നിയമ നടപടികളുമായി പഞ്ചായത്ത് മുന്നോട്ടു പോകുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി സതീഷ് കുമാർ അറിയിച്ചു. വെള്ളത്തുവൽ പഞ്ചായത്തിലെ അജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്ന് ലക്ഷങ്ങൾ വില വരുന്ന ആക്രി സാധനങ്ങൾ മോഷണം പോയി. പ്ലാന്റിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറയും കാണാതായി. 10 ദിവസം മുമ്പാണ് പഞ്ചായത്ത് മോഷണ വിവരം അറിയുന്നത്. പഞ്ചായത്തിന്റെ 17 വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിച്ച് തരംതിരിച്ചു വെച്ചിരുന്ന ശുദ്ധീകരിച്ച പ്ലാസ്റ്റിക് സാധനങ്ങളും ഇരുമ്പ് വസ്തുക്കളുമാണ് പ്ലാന്റിലുണ്ടായിരുന്നത്. ഇതാണ് മോഷണം പോയിരിക്കുന്നത്. വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണ് മോഷണം പോയിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. നിരീക്ഷണ ക്യാമറകൾ അഴിച്ചുമാറ്റിയതും ഹാർഡ് ഡിസ്ക് കാണാതായതും ആസൂത്രിതമായ നടപടിയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേന സംഭരിച്ചു വച്ചിരുന്ന പ്ലാസ്റ്റിക് ഭരണസമിതിയുടെ ഉദ്യോഗസ്ഥന്മാരുടെയും ഒത്താശയോടുകൂടി മോഷണം നടന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പോലീസ് എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് എൻക്വയറി വേണമെന്നും അതിനെ വിജിലൻസ് അന്വേഷണം വേണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ശക്തമായ നിയമ നടപടികൾ എടുത്തില്ല എങ്കിൽ പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് മുസ്ലിം ലീഗ് പാർട്ടി അറിയിക്കുന്നു. ആക്രി വസ്തുക്കൾ വിൽക്കുമ്പോഴാണ് സ്ത്രീ തൊഴിലാളികൾക്ക് ശമ്പളം നൽകിയിരുന്നത്. ഇതുമൂലം നാളുകളായി തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിരുന്നില്ല. മുൻകാലങ്ങളിൽ എല്ലാ മാസവും തരംതിരിക്കുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ വിൽക്കുകയായിരുന്നു പതിവ്. എന്നാൽ 2024 സെപ്റ്റംബർ മാസം മുതൽ മാലിന്യ പ്ലാന്റ് മുതുവാൻകുടിയിൽ പ്രവർത്തനം തുടങ്ങിയപ്പോൾ മുതൽ പഞ്ചായത്ത് ഈ സാധനങ്ങൾ വിൽപ്പന നടത്തിയിരുന്നില്ല. 8 മാസത്തെ തരംതിരിച്ച പ്ലാസ്റ്റിക് സാധനങ്ങളും ഇരുമ്പുകളുമാണ് പ്ലാന്റിൽ നിന്ന് മോഷണം പോയിരിക്കുന്നത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന വസ്തുക്കളാണ് മോഷണം പോയത്. മോഷണം സംബന്ധിച്ച് പോലീസിന്റെയും വിജിലൻസിന്റെയും അന്വേഷണം വേണമെന്നും നടപടികളുണ്ടാകാത്ത പക്ഷം ശക്തമായ സമരങ്ങളിലേക്ക് കടക്കുമെന്നും പ്രദേശവാസികൾ വ്യക്തമാക്കി. അതേസമയം വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ MCFൽ നിന്ന് ആക്രി സാധനങ്ങൾ മോഷണം പോയത് സംബന്ധിച്ച് പഞ്ചായത്ത് കമ്മിറ്റി പരിശോധിക്കുകയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സതീഷ് കുമാർ പറഞ്ഞു. ഇവിടെ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറ ഇടിമിന്നലേറ്റ് ഹാർഡ് ഡിസ്ക് നാശം സംഭവിച്ചതായും ഇതുമൂലം മോഷണം സംബന്ധിച്ച വിശദാംശങ്ങൾ ശേഖരിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്നും സതീഷ് കുമാർ പറഞ്ഞു. CCTV ക്യാമറ സ്ഥാപിച്ചിരുന്നു. അത് പരിശോധിച്ചപ്പോൾ അതിൽ ഇടിവെട്ടേറ്റ് അതിൻ്റെ ഹാർഡ് ഡിസ്ക് നാശം ആയതായിട്ടാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മോഷണം സംബന്ധിച്ച് നമുക്ക് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അത് പോലീസ് നടപടിയിലൂടെ അത് സംബന്ധിച്ചിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് പഞ്ചായത്ത്. കൂടാതെ പഞ്ചായത്തിലെ കമ്മിറ്റി അത് പരിശോധിച്ചപ്പോൾ MCFന്റെ പ്രവർത്തനം സംബന്ധിച്ച് വിശദമായി പരിശോധിക്കുന്നതിന് ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളതും ആ സബ് കമ്മിറ്റിയുടെ പരിശോധന നിലവിൽ നടന്നു വരികയുമാണ് എന്നുള്ള വിവരം അറിയിക്കുന്നു. പോലീസുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുവാനാണ് പഞ്ചായത്തിന്റെ തീരുമാനമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. MCF പ്രവർത്തനം സംബന്ധിച്ച് സബ് കമ്മിറ്റി രൂപീകരിച്ച് പരിശോധന നടത്തി വരികയാണെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, അടിമാലി.